ഹായ് ഹലോ വിന്യോ പി എസ് സി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക് വീഡിയോ ആയിട്ടൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു വിഷ്വലൈസ്ഡ് ഫോം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് കട്ട് വേ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പം അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. നിങ്ങൾക്കും അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി അതേ രീതിയിൽ തന്നെ ഒരു കൺഫ്യൂസിങ് ആവുന്ന ടോപ്പിക്കായിരുന്നു കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. അതും ഒരു വിഷ്വലൈസ്ഡ് ഫോം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് ചൂസ് ചെയ്യാനുള്ള കാരണം, അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി കൺഫ്യൂസിങ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു പോയിന്റിൽ തന്നെ 3 കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതായത് കേരള ഗവേഷണ കേന്ദ്രമാണോ, കേന്ദ്ര ഗവേഷണ കേന്ദ്രമാണോ, അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രമാണോ എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. പിന്നെ വിളയുടെ പേര് നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സ്ഥലപ്പേര് നമ്മൾ ഓർത്തു വെക്കണം. ഇങ്ങനെ ഈ പാറ്റേണിൽ വരുന്ന പോയിൻറ്റ്സാണ് അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഉള്ളത്. അത് കാരണം നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരാം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു വിഷ്വലൈസ്ഡ് ഫോമാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് പഠിച്ച് ഒന്ന് റിവൈസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ്, വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്നൊരു എക്സാം വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ടോപ്പിക്ക് ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു എക്സാം വരുവാണെങ്കിൽ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെയുള്ള ടോപ്പിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം എടുത്ത് നമ്മൾ പഠിക്കാം. എന്നിട്ട് നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ്സ് എടുത്ത് ഈ വിഷ്വലൈസ്ഡ് ഫോം എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് നിങ്ങളിത് നേരത്തെ തന്നെ ഒരു തവണ എടുത്ത് പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കും. അപ്പം അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ വിഷ്വലൈസ്ഡ് ഫോം ആക്കി വെക്കുന്നതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ ടോപ്പിക്കിൻ്റെ വിഷ്വലൈസ്ഡ് ഫോം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡയറക്റ്റ് ഇതിലോട്ട് ജമ്പ് ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്യാതെ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ, അതായത് ഓരോ പോയിൻറ്റ്സും പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലോട്ട് വരാമെന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യുന്നത് വഴി ബെനിഫിറ്റ് ആക്ച്വലി കൂടത്തേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കും, റിവൈസ് ചെയ്യും, എന്നിട്ട് ഇത് പഠിക്കുന്നു, ഇത് റിവൈസ് ചെയ്യുന്നു. ശരിക്കും 3 ടൈംസ് റിവിഷൻ അപ്പം തന്നെ ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനൊരു വലിയൊരു അഡ്വാൻറ്റേജ്, വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ ജമ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കായെന്ന് വരില്ല. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്പേസിൽ കിടക്കുന്ന പോലെ തോന്നും. കുറച്ച് ഓവൽ സർക്കിൾസ്, കുറച്ച് റൈറ്റിങ്സ്, കുറച്ച് കേരളം ഗവേഷണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണക്റ്റ് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം, റിവൈസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലോട്ട് വരിക എന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ, നിങ്ങൾ വീഡിയോ കണ്ടൻറ്റ്സ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിൻ്റ് കൊച്ചിയാണ് പറയുന്നത്, അതായത് ഇന്ത്യയിലെ ആദ്യ സുഗന്ധവ്യഞ്ജന മ്യൂസിയം കൊച്ചി. പിന്നെ പറയുന്നത് ചെന്നൈയാണ്, MS രാമസ്വാമി റിസർച്ച് സെൻറ്റർ എവിടെയാണ്, ചെന്നൈ. അടുത്തത് കാൺപൂർ കോയമ്പത്തൂരാണ്. അതെന്ന് പറയുന്നത് കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം, കരിമ്പിനെ കുറിച്ചാണ്. കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം, കാൺപൂർ കോയമ്പത്തൂർ. അപ്പം ഞാനിവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ് സിംബലൈസ് ചെയ്യുന്നത്, നമ്മുടെ ഒറിജിനൽ പോയിന്റിൽ ഇന്ത്യ എന്ന് വരുമ്പം, അല്ലെങ്കിൽ കേന്ദ്രം എന്ന് വരുമ്പം, അല്ലെങ്കിൽ ദേശീയം എന്ന പോയിന്റിൽ വരുവാണെങ്കിൽ, അതോ അല്ലെങ്കിൽ നാഷണൽ എന്ന് വരുവാണെങ്കിൽ ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഓർത്തെടുക്കാനൊരു വഴി എന്ന് പറയുന്നത് കരിമ്പാണ്. അപ്പം കരിമ്പ് ഗവേഷണ കേന്ദ്രം, അപ്പം അതിൻ്റെ ആൻസേഴ്സിലും 2 പ്ലേസ് പറയുന്നുണ്ട്. അതിൽ 2ലും കായുണ്ട്. അപ്പം കാൺപൂർ കോയമ്പത്തൂർ കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം. അടുത്തത് കേന്ദ്ര പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിംല. ഇപ്പോൾ ഇത് നമുക്ക് ഓർത്തെടുക്കാൻ, പൊട്ടറ്റോയിലൊരു ഓയുണ്ട്, സിംലയിലും ആ പ്ലേസിൻ്റെ പേരിലും ഒരു ഓയുണ്ട്. അപ്പം കേന്ദ്ര പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്, സിംല. അടുത്തത് കേരള കരിമ്പ് ഗവേഷണ കേന്ദ്രം, മേനോൻപാറ, തിരുവല്ല. ഇതിൽ ഞാൻ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നതിന് ഞാൻ സിംബലൈസ് ചെയ്യുന്നത് G വെച്ചിട്ടാണ്. അപ്പം കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം, മേനോൻപാറ, തിരുവല്ല.
അടുത്തത് കേരളത്തിലെ നാളികേര ബോർഡ് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ നാളികേര ബോർഡ് കൊച്ചി. അടുത്തത് കേരള നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരത്താണ്. അടുത്തത് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം പീലിക്കോട്. 2 പ്ലേസ് ഉണ്ട്, കായംകുളം പീലിക്കോട്. അടുത്തത് കേരളത്തിലെ ഷുഗർ മിൽ പന്തളം മന്നമാണ് ആൻസർ. അടുത്തത് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് രാജമുദ്രി ആന്ധ്രാപ്രദേശാണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി ആന്ധ്രാപ്രദേശ്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. അടുത്തത് അങ്കമാലി എറണാകുളം ആണ്. അതായത് കേരളത്തിലെ ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. ഇനി കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. അപ്പം അത് നമുക്ക് ഓർത്തു വെക്കാൻ. പുല്ലൊക്കെ താഴെയാണ് കിളിക്കുന്നത്. അപ്പം ഓടയും താഴെയാണ്. അപ്പം അങ്ങനെ വെച്ച് നമുക്കത് കണക്ട് ചെയ്ത് വെച്ച് ഓർത്തെടുക്കാം. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. അടുത്തത് കേരളത്തിലെ വിത്ത് ഗവേഷണ കേന്ദ്രം വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രവും രണ്ടും ഒരു സ്ഥലത്താണ്, കരമന തിരുവനന്തപുരം. അപ്പോൾ അത് നമുക്ക് ഓർത്തെടുക്കാൻ നമ്മൾ വിത്ത് ആദ്യം ഇടും, അതിനുശേഷം നമ്മൾ വിളവെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഗവേഷണ കേന്ദ്രം കരമന തിരുവനന്തപുരത്താണ്. അടുത്തത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില ഫിലിപ്പീൻസ്. മനില നമുക്ക് വാനില എന്ന് ഓർത്ത് വെക്കാം. മനില ഫിലിപ്പീൻസ്. ഇനി പറയാൻ പോകുന്ന 1-2 പോയിൻറ്റ്സ് നെല്ലിനെ കുറിച്ചാണ്. ആദ്യത്തേത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില ഫിലിപ്പീൻസ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക് ഒഡീഷ. ഇനി വരുന്നത് കേരള നെല്ല് ഗവേഷണ കേന്ദ്രം 4 പ്ലേസ് ഉണ്ട്. മങ്കൊമ്പ് ആലപ്പുഴ, വൈറ്റില എറണാകുളം, കായംകുളം ആലപ്പുഴ, പട്ടാമ്പി പാലക്കാട്. ഒന്നുകൂടെ പറയാം. മങ്കൊമ്പ് ആലപ്പുഴ, വൈറ്റില എറണാകുളം, കായംകുളം ആലപ്പുഴ, പട്ടാമ്പി പാലക്കാട്. അടുത്തത് ലോകത്തിലെ ആദ്യ തേനീച്ച മ്യൂസിയം ഊട്ടി. ആദ്യ തേനീച്ച മ്യൂസിയം ലോകത്തിലെ തന്നെ ഊട്ടിയിലാണ്. അടുത്തത് ഇന്ത്യയുടെ ജൂട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊൽക്കട്ട. ജൂട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊൽക്കട്ട. അടുത്തത് ഇന്ത്യയുടെ ഔഷധ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര ഔഷധ ഗവേഷണ കേന്ദ്രം ലക്നൗ ഉത്തർപ്രദേശ്. ഇത് നമുക്ക് ഓർത്തെടുക്കാൻ. നമ്മുടെ ഔഷധത്തിലും ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ലക്നൌവിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാം. കേന്ദ്ര ഔഷധ ഗവേഷണ കേന്ദ്രം ലക്നൗ ഉത്തർപ്രദേശ്. അടുത്തത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാൽ മധ്യപ്രദേശ്. ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാൽ മധ്യപ്രദേശ്. അടുത്തത് ഇനി കുരുമുളകാണ്. കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂരാണ്. അപ്പം കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. അടുത്തത് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ ചുണ്ടൽ എന്ന സ്ഥലമാണ് കേരള കാപ്പി ഗവേഷണ കേന്ദ്രം. അടുത്തത് കേരളത്തിലെ കാപ്പി കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത് ഇഞ്ചിയാണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, അതും വയനാടാണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. അടുത്തത് ഇന്ത്യയിലെ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന തിരുച്ചിറപ്പള്ളി. ബനാനയാണ് ഇന്ത്യയിലെ റിസർച്ച് സെൻറ്ററാണ്, ഗവേഷണ കേന്ദ്രമല്ല. റിസർച്ച് സെൻറ്റർ ഫോർ ബനാന തിരുച്ചിറപ്പള്ളി. അടുത്തത് കേരളത്തിലെ ബനാന റിസർച്ച് സ്റ്റേഷൻ കണ്ണാറ തൃശ്ശൂർ. കേരളത്തിലെ ബനാന റിസർച്ച് സ്റ്റേഷൻ കണ്ണാറ തൃശ്ശൂർ. അടുത്തത് കേരളത്തിലെ കാർഷിക സർവകലാശാല. ഇനി വരുന്ന കുറച്ച് പോയിൻറ്റ്സ് കാർഷിക സർവകലാശാല കാർഷികമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂരാണ്. ഇനി കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അതായത് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് തവനൂർ മലപ്പുറമാണ്. കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് തവനൂർ മലപ്പുറമാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല ഉദ്ധം സിംഗ് നഗർ ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല ഉദ്ധം സിംഗ് നഗർ
ഉത്തരാഖണ്ഡാണ്. സ്ഥാപിതമായത് 1960 നവംബർ 17. അതിൻ്റെ പേര് ഗോവിന്ദ് വല്ലഭായ് പന്ത്. അടുത്തത് ഇന്ത്യയിലെ ചൗരി ചരൺ സിംഗ് കാർഷിക യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഹരിയാന, ഹിസാർ. ഇന്ത്യയിലെ ചൗധരി ചരൺ സിംഗ് കാർഷിക യൂണിവേഴ്സിറ്റി ഹരിയാന, ഹിസാർ. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രം പുസ്സ, ഡൽഹി. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രം പുസ്സ, ഡൽഹി. അടുത്തത് ഇന്ത്യയിലെ കാർഷിക സർവകലാശാല ഇംഫാൽ, മണിപ്പൂർ. ഇന്ത്യയിലെ കാർഷിക സർവകലാശാല ഇംഫാൽ, മണിപ്പൂർ. അടുത്തത് ഇന്ത്യയിലെ കാർഷിക പരിശീലന കേന്ദ്രം പോർട്ട് ബ്ലെയർ, ആൻഡമാൻ. പരിശീലന കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര കാർഷിക പരിശീലന കേന്ദ്രം പോർട്ട് ബ്ലെയർ, ആൻഡമാൻ. അടുത്തത് കേന്ദ്ര എരുമ ഗവേഷണ കേന്ദ്രം, അതും ഹിസാർ, ഹരിയാന. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിസാർ, ഹരിയാന. അടുത്തത് ഇന്ത്യയിലെ ആദ്യ നെല്ല് മ്യൂസിയം പട്ടാമ്പി, പാലക്കാട്. ഇനി ഇന്ത്യയുടെ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. ഇന്ത്യയുടെ ഷുഗർ ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, UP. കേന്ദ്ര നിലക്കടല ഗവേഷണ കേന്ദ്രം ജുനഗഡ്, ഗുജറാത്ത്. കേന്ദ്ര നിലക്കടല ഗവേഷണ കേന്ദ്രം ജുനഗഡ്, ഗുജറാത്ത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ അഗ്രികൾച്ചറൽ ബാങ്ക് ചെന്നൈ. ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്, ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഇന്ത്യയുടെ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചെന്നൈ. അടുത്തത് കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. അപ്പം കശുവണ്ടി എന്ന് പറയുമ്പം ചിലതൊക്കെ കറുപ്പ് നിറത്തിലുണ്ട്. അപ്പം ആനയുടെ നിറം അങ്ങനെ നമുക്ക് ഓർത്ത് വെച്ച് ഇത് കണക്ട് ചെയ്യാം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം പശ്ചിമ ബംഗാൾ. അടുത്തത് ഇന്ത്യയിൽ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് സെൻറ്റർ പുത്തൂർ, കർണാടകയിലാണത്. ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് സെൻറ്റർ പുത്തൂർ, കർണാടക. ഇനി ഫുഡ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ഫുഡ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂറാണ്. അടുത്തത് വെള്ളാനിക്കര, തൃശ്ശൂർ. അതായത് കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ. അടുത്തത് ഇന്ത്യയുടെ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സോളൻ, ഹിമാചൽ പ്രദേശ്. ഇനി കേന്ദ്ര പാമ്പിൻ്റെ വിഷം ഗവേഷണ കേന്ദ്രം ഹോപ്കിൻസ് റിസർച്ച്, മുംബൈ ആണ്. പാമ്പിൻ്റെ വിഷം ഗവേഷണ കേന്ദ്രം ഹോപ്കിൻസ് റിസർച്ച്, മുംബൈ ആണ്. അടുത്തത് ഇന്ത്യയിലെ നാഷണൽ സെൻറ്റർ ഫോർ സിട്രസ് നാഗ്പൂറാണ്. അടുത്തത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെ. ഇത് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെയാണ്. അടുത്തത് കേന്ദ്ര ഒട്ടക ഗവേഷണ കേന്ദ്രം ബിക്കാനീർ, രാജസ്ഥാൻ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം, ഒട്ടകം എന്ന് പറയുന്നത് ബിഗ് ആണ്. അപ്പം ബിക്കാനീർ, രാജസ്ഥാനിലാണ്. അടുത്തത് ഇന്ത്യയുടെ ആദ്യ ഒലിവ് റിഫൈനറി എന്ന് പറയുന്നതും രാജസ്ഥാനിൽ തന്നെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ അതിലെ പോയിൻറ്റ്സ്. അപ്പം ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യണം.